വേറെ സംഭവം നടന്നേ. കോയിന്റ് രവി സതീഷിന്റെ റോള്. മറ്റേ സാധനം ഇന്റർവെൽ സാധനം എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. സോങ് ഊർക്കും നേരത്തിൽ നീല്ലയേ യാരോ ഈ സോങ്ങിന്റെ ട്യൂണ നേരത്തെ കേട്ടോണ്ടിരിക്കുന്നത്. രക്ഷലാ സോങ്. ജയചന്ദ്രൻ അങ്ങനെ ചെയ്യില്ല, അടിയൊന്നും ചെയ്യാത്ത ആളാണ്. நீங்க போங்க, நான் பாத்துக்கிறேன். கதிர், நீ நாளைக்கு தீர்ப்பு உங்க உயிர் ரொம்ப முக்கியம். தயவு செஞ்சு போங்க. ஜீவா, பெரியவங்க கிட்ட சொல்லுங்க, அவங்க கிட்ட நான் பொய் சொன்னேன். ஆனா என் அன்பு பொய் இல்லை. അവിടെയാണ് ചെറിയൊരു ഇത് വേണം എഫക്സിന്. ചെറുതായിട്ട് ഫേസ് ആണ് ചെറിയ മാറ്റം വരുത്തിയത്. ലോങ് ഷോട്ട് അടിപൊളിയാണ്. അൻപ് പൊയ്യല്ല എന്ന് പറഞ്ഞല്ലേ. എല്ലാരും മറ്റൊരു தண்ணியும் வேணும், ஜீவானந்தமும் வேணும்னு கேட்டோம். பத்திரமா நீயும் வந்துடுன்னு நாம ஒருத்தர் கூட சொல்லலையே. ഓ നീയും കൂടി വരാൻ. നീ വരണമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? കാരണം അവിടെ സംശയിച്ചല്ലേ വിട്ടത്. ഓ അവിടെ വേറെ സംഭവം നടന്നേ. കോയിന്റ് രവി സതീഷിന്റെ റോള്. മറ്റേ സാധനം ഇന്റർവെൽ സാധനം കാണിച്ചില്ല എന്തോന്നുള്ളത് അല്ലേ? റിപ്പീറ്റ് ആയിപ്പോലെ. நடைபெற்ற மாறுதல்களில் உலகமெங்கும் கூலி வேலை செய்யும் முன்னாள் விவசாயிகள், பொதுமக்கள் விவசாயத்திற்கு ஆதரவாகவும் எம்என்சிக்கு எதிராகவும் தெரிவித்திருக்கும் கருத்துக்கள் ஊடகங்களில் வந்து கொண்டிருக்கிறது. ஏற்கனவே வந்த விசாரணை குழுவின் அறிக்கையும் எம்என்சிக்கு எதிராக உள்ளது. ஆகவே இன்னும் 2 நாட்களில் தன்னூத்தில் கார்ப்பரேட் கம்பெனிக்கு சொந்தமான கருவிகளையும் ஆக்கிரமிப்புகளையும் விலக்கிக் கொள்ளவும், அந்த கிராமத்தின் நிலத்தடி நீர் முழுவதுமாக அந்த கிராம விவசாயிகளுக்கே சொந்தம் என இந்த நீதிமன்றம் தீர்ப்பளிக்கிறது. மேலும் ஆக்கிரமிப்புக்கு உள்ளான எல்லா கிராமங்களின் ஏரிகளும் குளங்களும் ஆறுகளும் போர்க்கால அடிப்படையில் பறிமுதல் செய்யப்பட்டு மீண்டும் விவசாயத்திற்கு தூர்வாரி சீர் செய்து உதவும்படி பிடபிள்யூடிக்கு இந்த நீதிமன்றம் உத்தரவிடுகின்றது. மேலும் ஜீவானந்தம் மற்றும் அவருடன் போராடிய 40 முதியவர்களையும் இந்த கோர்ட் எச்சரித்து வழக்கு எதுவுமின்றி விடுவிக்கின்றது. ഓ ഒരു പ്രശ്നമില്ല. എല്ലാരും അങ്ങോട്ടാ തൊഴണത് കതിരിന്റെ അടുത്ത്. ഓ വീട്ടിൽ നിന്നൊക്കെ വന്നല്ലോ, എല്ലാരും വന്നല്ലോ. സെർച്ച് ചെയ്യുന്നത് കതിരിനാണ്.
இவருக்கு அறியல. எங்க இருக்கீங்க? இங்க உடனே வாங்க, எல்லாருக்கும் உங்களை தான் காட்டணும். ஓ, ஆளோட நிக்கானு. இல்ல, இது நீங்க கண்ட கனவு. அங்க நீங்க மட்டும்தான் இருக்கணும். இவ்வளவும் நீங்க பண்ணிட்டு உங்க இடத்துல நான் எப்படி? விவசாயிங்க எல்லாரும் முகத்திலையும் இப்போ ஒரு நம்பிக்கை இருக்கு. நமக்கு பிரச்சனைனா ஜீவானந்தா வருவாருன்ற நம்பிக்கை அது. என்னதான் இருந்தாலும் நான் ஜெயில இருந்து தப்பிச்சு வந்த ஒரு கைதி. நான் அங்க ப்ளீஸ் அங்கிதா கிட்ட போனை கொடுக்க முடியுமா? உன்னை ஏமாத்தினதுக்கு நான் எந்த நியாயமும் சொல்ல முடியாது அங்கிதா. ஊருக்கே சாப்பாடு போடுறவன் விவசாயி, அந்த விவசாயிக்கு சாப்பாடு போட்டவன் நீ. உனக்கெல்லாம் ஒன்னும் ஆகாது. நீ இப்போ எத்தனை வருஷம் ஆனாலும் உனக்காக காத்துட்டு இருப்ப. ஓ, அவருதாங்க. എന്തായിരുന്നു എന്തിലൊരു എന്താ പറയാ മഹാസംഭവമായിരുന്നു സംഭവം. എന്താ പറയാ, വാക്കുകളില്ല പറയാൻ വേണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു മാസ് ഫൈറ്റിന് ശേഷം, കാരണം നമ്മൾ ആ ഒരു ഫൈറ്റ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം എന്തായാലും എൻ്റെ ഒരു ഫൈറ്റ് ഉണ്ടാവണം. ആൻഡ് ആ ഒരു ഫൈറ്റ് തുടങ്ങി വെച്ചത് നല്ല രസമായിരുന്നു. അതായത് ആ ഒരു സ്ഥലത്തോട്ട് പോയതിന് ശേഷം ആ ഒരു ഫൈറ്റ് തുടങ്ങി. ആ ഫൈറ്റിന്റെ ആ ഒരു എൻഡ് നല്ല സസ്പെൻസ് ആയിരുന്നു അല്ലേ. കാരണം വെച്ചാൽ കുത്തിയതിന് ശേഷം പിന്നെയും ഒരു ഫൈറ്റിലോട്ട് പോയി.
ആൻഡ് ഏറ്റവും അവസാനം നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടുകയും ചെയ്തു. എൻഡിലോട്ട് സാറ്റിസ്ഫാക്ഷൻ, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എൻഡിലോട്ട് നമ്മള് എന്താ പറയാ, എൻഡിലും ആ ഒരു ഭയങ്കര ഇമോഷണൽ ആയി കളയുന്ന ഒരു സംഭവം ആട്ടോ ശരിക്കുള്ളത്. അതായത് എന്താ, നമ്മളെ 2 ക്യാരക്ടർ ഉണ്ട്, പക്ഷെ 2 ക്യാരക്ടറിന് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തന്നെ തോന്നുള്ളൂ അല്ലെ. ഇപ്പൊ ജീവാനന്ദം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം കൂടുതൽ വരുന്നത് കതിറിനോട് തന്നെയാണ്. കാരണം കതിർ ഇപ്പം എത്ര ജയിലിൽ ചാടിയ ആളാന്ന് പറഞ്ഞാലും കതിർ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കതിറിനോടാണ് കൂടുതൽ ഇഷ്ടം വരിക. അത് തന്നെയാണ് ആ ഒരു സിനിമയിലൂടെ നമ്മളോട് കാണിച്ചു തരുന്നത്. മുരുകദോസ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ബ്രില്യൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് ആ ഒരു തീമിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ മാത്രമേ കുറച്ച് കമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒക്കെ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കമേഴ്ഷ്യൽ എലിമെന്റ് പ്ലസ് കണ്ടന്റ് ആണ് അല്ലെ, കണ്ടന്റും കൂടി സ്ട്രോങ് ആയിട്ട് വരും. സെക്കൻഡ് ഹാഫ് പിന്നെ അറിയണ്ട ഒട്ടും അങ്ങനെ എങ്ങനെ നമ്മളറിയില്ല, ഒഴുകി അങ്ങ് പോകും, പെട്ടെന്ന് പോയിട്ട് എൻഡിലോട്ട് എത്തുകയും ചെയ്യും. അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നു അറിയാം, വ്യവസായികൾക്ക് സമർപ്പിക്കുന്നു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതായത് അദ്ദേഹം അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളറിയാം പല ചില കേട്ട കഥകളായിരിക്കാം അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം, അതൊക്കെ ഏകദേശം എന്താ പറയാ ഡയറക്റ്റ് നമ്മൾ ഇതുപോലത്തെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. ഇതിലെ ഓരോ സീന് വരുന്ന സമയത്ത് നമ്മൾ എവിടേക്കോ വായിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലെ. കാരണം എൻഡിലൊക്കെ എന്താ പറയാ, ക്ലൈമാക്സ് കഴിഞ്ഞിട്ടൊക്കെ അത്രേ ഉള്ളൂ, രണ്ടുപേരും കണ്ടുമുട്ടുന്നു, ഒക്കെ പിന്നീട് എന്താ പറയാ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നു അങ്ങനെ വിചാരിച്ച. പക്ഷെ ക്ലൈമാക്സിലും നമ്മൾക്ക് എന്താ പറയാ ഒരു സർപ്രൈസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ക്യാരക്ടർ എന്താ പറയാ, ഒബിയസ്ലി നമുക്കറിയാം ആ ക്യാരക്ടർ പോലീസിനെ പിടികൊടുത്തു, അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ട് ചിലപ്പോൾ നല്ല മനുഷ്യനായിട്ടായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. കാരണം വെച്ചാല് വേറെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ട് നല്ല ആള് പോയത്, ആള് തിരുടൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, അത് കള്ളനുള്ള സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരു സമയം കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സമന്ത ആ ഒരു ഡയലോഗും പറഞ്ഞത്, എത്ര കാലമായാലും കുഴപ്പമില്ല ഞാൻ കാത്തിരിക്കാം. പക്ഷേ വിജയണ്ണന്റെ 2 ലുക്ക് കാണാൻ പറ്റിയിട്ട് ഇതിനകത്ത് ജീവാനന്ദം എന്ന് പറയുന്ന ഒരിക്കലും കതിരേശനായിട്ട് നമുക്ക് തോന്നില്ല. രണ്ട് പേര്, അതായത് അതെങ്ങനെയാ മാറ്റം വരുത്തി, എനിക്ക് മറ്റേ സ്ഥലത്ത് എനിക്ക് തോന്നിയില്ല. എനിക്ക് അതായത് രണ്ടുപേരും ഒരുമിച്ച് കാണിക്കുന്ന സ്ഥലത്ത് കുറെ സ്ഥലത്തില്ല, ഒറ്റ സ്ഥലത്ത് മാത്രം കുറച്ച് ലോങ് ഷോട്ട് വന്നപ്പം കുറച്ച് നേരം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷോട്ട് വന്ന സമയത്ത് ചെറുതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും ഗംഭീരം. ജീവാനന്ദത്തിന് നമ്മുടെ ജയിയുടെ ലുക്ക് ആയിരുന്നു, പാവൽ ലുക്ക് അല്ലേ, എന്താ പറയുക നമ്മുടെ ജയിയുടെ ലുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലുക്ക് പ്രത്യേകിച്ച് വരുന്നുണ്ടായിരുന്നു, നിഷ്കളങ്കത. പക്ഷെ എടുത്തു പറയണ്ടെന്ന് 2 ക്യാരക്ടർ ഒരു രക്ഷയില്ലാണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വിജയണ്ണൻ. കാരണം വെച്ചാൽ ആ ഒരു 2 ക്യാരക്ടർ അത്രയും ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവന്നെങ്കിൽ മേക്കപ്പ് എത്ര കളിച്ചാലും അതിന്റെ കൂടെ പെർഫോമൻസും കൂടി വരണം. കാരണം ആ മാനറിസംസും കാര്യങ്ങളൊക്കെ, പിന്നെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഉണ്ട്. ആ മാനറിസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത്, ജീവക്ക് ആ ഒരു ക്യാരക്ടറിന് കണ്ണ് കുറച്ച് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. മാത്രമല്ല പുള്ളിക്കാരൻ അടിപിടി സംഭവങ്ങളൊന്നും ചെയ്യില്ല, അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വഴക്കില്ല. അതുകൊണ്ടാണ് അത്രയും അവിടെ അടി നടക്കുമ്പോഴും അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. കാരണം വെച്ചാല് ആള് യൂസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ അദ്ദേഹം പിടിക്കുന്നതായിട്ടൊന്നും എവിടെയും കാണിച്ചില്ല. എല്ലായിടത്തും ഒരു എന്താ പറയാ ആൾക്ക് നല്ല പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ഒരു നിസ്സഹായാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് മുന്നേ കാണിച്ച സീനിലൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ക്യാരക്ടർ അവിടെ പെട്ടെന്ന് പവർഫുൾ ആവുകയോ അടിച്ചിടുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ. അതെ, മൊത്തത്തിൽ എന്ത് പറഞ്ഞാലും എന്താ പറയാ വിജയണ്ണന്റെ ഒരു ഗംഭീര പടം, അതിന്റെ കൂടെ AR മുരുകദോസ് തന്നെ ഗംഭീര ഡയറക്ടർ, പിന്നെ അനിരുദ്ധിന്റെ ഒരു രക്ഷയില്ലാത്ത ബീജിഎം ഇമ്പോർട്ടന്റ് റോളാ സിനിമയുടെ. കാരണം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയണ്ണന്റെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു ഈ അടുത്താണ് നമ്മൾ റിയാക്ഷൻ ചാനൽ ഇടയ്ക്ക് പോയിട്ട്, അതായത് 2012-2013 ഈ സമയത്തൊക്കെ കണ്ടത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ വളരെ ഇപ്പൊ നമ്മളെ ഏകദേശം റിയാക്ഷൻ ചാനൽ തുടങ്ങിയ സമയത്താണ് ഞാൻ വിജയണ്ണന്റെ പടങ്ങൾ കാണാൻ തുടങ്ങിയത് കൂടുതലായിട്ട്. പണ്ടത്തെയും എനിക്കറിയില്ല ഞാൻ എന്താ കണ്ടിരിക്കുന്നത്. ഇല്ല, പഴയ മൂവീസ് കുറെ കണ്ടിട്ടില്ല. ഇവൻ പുതിയ മൂവീസ് ഇറക്കി. ഇപ്പൊ ഈ മൂവിയൊക്കെ കത്തിയൊക്കെ എന്ന് വെച്ചാൽ അത്രയും തുപ്പാക്കിയൊന്നും അത്ര പഴയ മൂവിയല്ല, പക്ഷെ ആ ഒരു ടൈമിലുള്ള മൂവീസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ പടങ്ങളാണ്. പിന്നെ ഞാൻ കേട്ടേക്കുന്നതും ഇദ്ദേഹത്തെ കുറെ കളിയാക്കുന്നതാണ്, കുറെ ആളുകൾ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ ഞാൻ കേട്ടേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെ കളിയാക്കുന്നതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അറിയില്ല, നമ്മൾ റിയൽ ആയിട്ട് ഓരോ മൂവീസും കണ്ടു നോക്കുമ്പോഴാണ് നമ്മുടെ അഭിപ്രായത്തിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം അടുത്ത മൂവി ആയിട്ട്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കത്തി മൂവി. കാരണം ഇതിനകത്ത് ഓവർ എൻജോയ് ചെയ്യാനായിട്ട് എന്താ പറയാ ഓവർ ആഘോഷിക്കാൻ എൻഡിലോട്ട് ആ ഒരു സോങ് കൂടി വന്നപ്പോഴാണ് വേറെ അതായത് നമ്മള് സ്ക്രൂ ഇങ്ങോട്ട് ഇളക്കി മാറ്റിക്കളഞ്ഞു. അതും ദാസേട്ടന്റെ വോയിസ് അവിടെയാണ് സംഭവം. ആ ഒരു സോങ് കൂടി വരുമ്പോഴേക്കും ഫുൾ കൺട്രോൾ കിളി പോയി കിടക്കാണ്. എന്തൊക്കെയോ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും അടുത്ത സീൻ അടുത്ത മൂവി ആയിട്ട് നമ്മള് ഷോർട്ട്ലി വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.